വരന്തരപ്പിള്ളിയിൽ യുവതി മരിച്ചത് കൊലപാതകമെന്ന പോലീസ്. ഭർത്താവ് കസ്റ്റഡിയിൽ. പോലീസ് സ്റ്റേഷന് സമീപം വാടകയ്ക്ക് താമസിക്കുന്ന കണ്ണാറ കരടിയാള തെങ്ങനാൽ വീട്ടിൽ കുഞ്ഞുമോന്റെ ഭാര്യ 36 വയസ്സുള്ള ദിവ്യയാണ് മരിച്ചത്. സംഭവം നടന്നത് ശനിയാഴ്ചയാണെങ്കിലും കൊലപാതകമെന്ന നിഗമനത്തിൽ പോലീസ് എത്തിയത് ഞായറാഴ്ച രാവിലെയാണ്. ദിവ്യയുടെ മുഖത്തും കഴുത്തിലുമുള്ള ചില പാടുകൾ പോലീസിൽ സംശയം ജനിപ്പിച്ചു. ദിവ്യയുടെ ബന്ധുക്കൾ ആദ്യം പരാതി ഉന്നയിച്ചില്ലെങ്കിലും പോലീസിന്റെ നിഗമനങ്ങളിൽ വീട്ടുകാർക്കും സംശയമുണ്ടാവുകയായിരുന്നു. ഇതോടെ ദിവ്യയുടെ ഭർത്താവ് കുഞ്ഞുമോനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. കുടുംബ വഴക്കിനെ തുടർന്ന് ദിവ്യയെ കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് ലഭിക്കുന്ന പ്രാഥമിക വിവരം. പക്ഷേ ദിവ്യ മരിച്ച വിവരം അയൽവാസികളോടും മറ്റും ആദ്യം മറച്ചുവെക്കുവാനും കുഞ്ഞുമോൻ ശ്രമിച്ചു. പനിയും അലർജിയും ശ്വാസം മുട്ടലും അനുഭവപ്പെട്ടതിനെ തുടർന്ന് ദിവ്യ മരണപ്പെട്ടുവെന്നാണ് ആദ്യഘട്ടത്തിൽ കുഞ്ഞുമോനും ഇതിനനുസരിച്ച് ബന്ധുക്കളും പറഞ്ഞിരുന്നത്. മൃതദേഹം ഫ്രീസറിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. ഞായറാഴ്ച രാവിലെ ഇവരുടെ വീട്ടിലേക്ക് പോലീസ് എത്തി മൃതദേഹത്തിലെ പാടുകൾ തിരിച്ചറിഞ്ഞതോടെയാണ് കുഞ്ഞുമോന്റെ കഥകൾ പൊളിഞ്ഞു തുടങ്ങിയത്. പോലീസ് ചോദ്യം ചെയ്യലിൽ കുഞ്ഞുമോൻ കഥകൾ മാറ്റി മാറ്റി പറഞ്ഞ് കബളിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവസാനം പിടിച്ചു നിൽക്കാൻ കഴിയാതെ കുറ്റസമ്മതം നടത്തിയെന്നാണ് വിവരം. ഫോറൻസിക് വിരലടയാള വിദഗ്ധർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. പോസ്റ്റ്മോർട്ടം നടപടികളുമായുടെ ഭാഗമായി മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കുഞ്ഞുമോനും ദിവ്യയ്ക്കും 11 വയസ്സുള്ള മകനുണ്ട്. വേലുപ്പാടം വെട്ടിങ്ങപ്പാടം പാറയ്ക്ക ഗംഗാധരന്റെയും ഷീലയുടെയും മകളാണ് മരിച്ച ദിവ്യ. അതേസമയം മരണത്തിൽ സംശയങ്ങളുണ്ടെന്നും ഭർത്താവ് കസ്റ്റഡിയിലുണ്ടെന്നും ഡിവൈഎസ്പി PC ബിജുകുമാർ പ്രതികരിച്ചു.